പതിവിലും രൂക്ഷമായ ശബ്ദങ്ങളും പരിഭവങ്ങളും കേട്ടുകൊണ്ടാണ് അന്നും നേരം വെളുത്തതറിഞ്ഞത്. അടുക്കളയിൽ നിന്നുള്ള പാത്രങ്ങളുടെ ഘോര ശബ്ദങ്ങളായിരുന്നു. ഇന്ന് അവൾക്കൊന്ന് പുറത്തു പോകണം, കൂട്ടുകാരിയുമൊത്ത്. നല്ലൊരു ഞായറാഴ്ചയല്ലേ, എനിക്കും അതൊരു മാനസികാരോഗ്യമാവുമല്ലോ. തലേന്ന് കിടക്കുമ്പോഴേ ഞാൻ സമ്മതം നൽകിയിരുന്നു. രാവിലെ കാപ്പിക്കുള്ളതും ഊണിനുള്ളതും ഉണ്ടാക്കി വെച്ച് അവൾ പോകുമെന്നാണ് കരാർ. ഭാര്യ പുറത്തേക്ക് പോകുമ്പോൾ അടുക്കളയിൽ പോയി എന്തെങ്കിലുമൊക്കെ സഹായിക്കാം. പക്ഷെ ഞാൻ എല്ലാം മറന്ന് ഉറങ്ങിപ്പോയതാണ് ഇന്നത്തെ പരിഭവത്തിന്റെയും ദേഷ്യത്തിന്റെയും ഒക്കെ കാരണം. മണി 9 ക്ലോക്കിൽ അടിക്കുമ്പോഴേക്കും ഞാൻ അവളെ യാത്രയാക്കി. അത്രയും കുറച്ച് പരിഭവം കേട്ടാൽ മതിയല്ലോ. കുറെ നേരം ഫോണും നോക്കിയിരുന്നു. പിന്നെ പത്രവും എടുത്ത് ഉമ്മറത്തേക്കിരുന്നു. ചൂടുള്ള ഇന്നത്തെ വാർത്തകൾ വായിക്കാൻ. അധികം സമയം കഴിഞ്ഞില്ല. അപ്പോഴേക്കും LIC ഏജന്റ് സൂസി എന്നെ കാണാൻ വന്നു. എന്നെ കൊണ്ട് ഒരു പോളിസിയെങ്കിലും എടുപ്പിക്കാൻ. കുറെ നാളായി വിടാതെ പിടിച്ചിരിക്കുകയാണ് സൂസി. ഒരു പോളിസി എന്നെ കൊണ്ട് എടുപ്പിക്കാൻ. സൂസിയെ ഒഴിവാക്കാൻ ഗതികെട്ട് ഞാൻ അവളോട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ മാത്തൻ ഡോക്ടർ പറഞ്ഞത് കേട്ടു. പുള്ളിക്ക് ഒരു പോളിസി വേണമെന്ന്. അവിടെ പോയി നോക്കൂ. എനിക്കിപ്പോ പോളിസി വേണ്ട. സാധിച്ചാൽ മോളുടെ പേരിൽ 200 രൂപയുടെ ഒരു പോളിസി പിന്നെ എടുക്കാം. ഒരു അലങ്കാരത്തിനായി ഞാൻ കൂട്ടിച്ചേർത്തങ്ങ് പറഞ്ഞു. പട്ടാപ്പകൽ ഉമ്മറത്തിരുന്ന് കൊഞ്ചി കുഴയുന്ന ഞങ്ങളെ കണ്ടാണ് ഭാര്യയുടെ തിരിച്ചുവരവ്. ഉറഞ്ഞു തുള്ളി അവൾ അകത്തേക്ക് പോയി. എടിയേ, ഞാനും അവളും തമ്മിൽ ഒന്നുമില്ലാട്ടാ. ഒരു പോളിസി എടുക്കാൻ വന്നതാ അവൾ. ഞാൻ മുൻകൂർ ജാമ്യം എന്ന പോലെ ഇടിച്ചു കയറി അങ്ങ് പറഞ്ഞു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. ഞാനില്ലാത്തപ്പോൾ കണ്ട ലവളുമാരെ വിളിച്ചു കയറ്റി സല്ലപിക്കാൻ നാണമില്ലേ മനുഷ്യ, അവൾ അലറി. അവളെ പറഞ്ഞു മനസ്സിലാക്കാനും ആ പരിഭവം മാറ്റാനും അന്നത്തെ സെക്കൻഡ് ഷോ സിനിമയും ചിക്കൻ മന്തിയും അടക്കം ഒരു 1000 രൂപ വേണ്ടി വന്നു. എങ്കിലും ആഴ്ച ഒന്നെടുത്തു എന്നോടുള്ള ആ പഴയ വിശ്വാസവും സ്നേഹവും വീണ്ടെടുക്കുവാൻ. അങ്ങനെയിരിക്കെ എൻ്റെ പേരിൽ ഒരു കത്ത് വന്നു. ഭാര്യ കത്ത് വാങ്ങി. സൂസിയുടെ കത്ത്. വേഗം അത് പൊട്ടിച്ച് വായിച്ചു. പ്രിയപ്പെട്ട ഏട്ടന്, പറഞ്ഞതുപോലെ ഞാൻ നമ്മുടെ ഡോക്ടർ മാത്തനെ കണ്ടു. ഒന്നുള്ളത് കൊണ്ട് അടുത്തത് ഉടനെ വേണ്ട എന്നാണ് പുള്ളി പറയുന്നത്. പിന്നെ മകളുടെ പേരിൽ മാസം 200 രൂപ വീതം തരണം. എല്ലാ മാസവും 1-ാം തീയതി ഞാൻ വരാം. വിശ്വസ്തയോടെ സൂസി. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. കണ്ണിൽ നിന്നും തലയിൽ നിന്നുമെല്ലാം പൊന്നീച്ചകൾ പാറിപ്പറക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ. ശുഭം. പ്രിയപ്പെട്ട സുഹൃത്ത് ആസിഫ് എഴുതിയ ഒരു കുഞ്ഞു കഥയാണിത്. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാകണേ. നന്ദി, നമസ്കാരം.